സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കിവരാം അതിവേഗം. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ പുനഃപരീക്ഷ നടത്തേണ്ടി വരുമെന്ന് സുപ്രീം കോടതി. CBI തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കണം. ചോദ്യപേപ്പർ ചോർന്നെന്ന് തുറന്നു സമ്മതിച്ച് കേന്ദ്രം. പുനഃപരീക്ഷ ആവശ്യപ്പെടുന്നവർ ഒറ്റ ഹർജി സമർപ്പിക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശം. കരുവന്നൂരിൽ ഇഡിക്ക് വൻ തിരിച്ചടി. ഇഡി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന 2 മാസത്തിനകം പൂർത്തിയാക്കണമെന്നും കോടതി. PSC അംഗങ്ങളുടെ നിയമനത്തിൽ വഴിവിട്ട ഇടപാടുകൾ നടന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. PSCയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ടെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. പണം വാങ്ങി PSC അംഗങ്ങളെ നിയമിക്കുന്ന പാർട്ടിയല്ല CPIM എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. PSC ആരോപണത്തിൽ പാർട്ടിയും സർക്കാരും നടപടിയെടുക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. PSC ആരോപണത്തിൽ മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവ് മാത്രമാണ് തനിക്കുള്ളതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. മാന്നാർ കൊലക്കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലായത് ആലുവ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ. കസ്റ്റഡി നീട്ടി നൽകണമെന്ന ആവശ്യവുമായി പോലീസ് കോടതിയിൽ. ജമ്മു കാശ്മീരിലെ കത്വയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 4 സൈനികർക്ക് വീരമൃത്യു. ഏറ്റുമുട്ടൽ തുടരുന്നു. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പുതിയ വനിതാ ഭാരവാഹിയായി ജോമോൾ. പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൊച്ചിയിൽ നടന്നു. KCB MD ബിജു പ്രഭാകറിനെതിരെ വിമർശനവുമായി CPIM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി VK വിനോദ്. ഒരാൾ അക്രമം നടത്തിയത് കൊണ്ട് അവരുടെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തത് ശരിയായ നടപടിയല്ലെന്നും VK വിനോദ് പറഞ്ഞു. തൃശൂർ കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. ഡ്രൈവർ ലിബീഷിനെ ബസ് തടഞ്ഞാണ് ബൈക്ക് യാത്രികൻ മർദ്ദിച്ചത്. KPCC പ്രസിഡന്റ് K സുധാകരനെതിരായ കൂടോത്ര വിവാദവുമായി ബന്ധപ്പെട്ട പരാതി മ്യൂസിയം പോലീസിന് കൈമാറി. ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണമെന്ന് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കും. തൃശൂർ ചെറുതുരുത്തിയിൽ ഹോട്ടലിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി. പാലക്കാട് തെങ്കര സ്വദേശി സുരേഷാണ് പിടിയിലായത്. നീറ്റ് പരീക്ഷ അട്ടിമറിയിൽ പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യ യുവജന സംഘടനകൾ. ദില്ലി ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തിൽ നീറ്റിൽ പുനഃപരീക്ഷ നടത്തണമെന്നും NTA പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടു. സംസ്ഥാന മത്സ്യ കർഷക അവാർഡ് പ്രഖ്യാപിച്ചു. ജൂലൈ 10-ന് മത്സ്യ കർഷക ദിനത്തിൽ അവാർഡുകൾ സമ്മാനിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഒന്നാം സമ്മാനം 50,000 രൂപയും രണ്ടാം സമ്മാനം 25,000 രൂപയും
മൂന്നാം സമ്മാനം 15,000 രൂപയുമാണ്. വടകരയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ് ഇടിച്ചു വീഴ്ത്തി 3 വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റു. കണ്ണൂർ തൃശൂർ റൂട്ടിലോടുന്ന അയ്യപ്പൻ ബസ്സാണ് വിദ്യാർത്ഥികളെ ഇടിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണം, സ്വർണ്ണാഭരണവും വെള്ളി ഉരുപ്പടികളും പണവും കവർന്നു. പ്രതിക്കായി മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൂട്ടയോട്ടം. 34ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. SFI കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം അനഘ പ്രകാശ് വാഹനാപകടത്തിൽ മരിച്ചു. കൊട്ടാരക്കര കോട്ടത്തലയിൽ അനഘ സഞ്ചരിച്ച സ്കൂട്ടർ ലോറിയിൽ ഇടിച്ചാണ് അപകടം. കൊല്ലം നെടുവത്തൂർ സ്വദേശിനിയാണ് അനഘ. കോഴിക്കോട് വടകരയിൽ മത്സ്യബന്ധനത്തിനിടെ കടലിലേക്ക് വീണ തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം ചേളാരി സ്വദേശി മുഹമ്മദ് ഷാഫിയെയാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ സ്റ്റാൻഡ് ബാങ്ക്സ് അഴിമുഖത്താണ് സംഭവം. കാസർഗോഡ് ബാഡൂരിൽ സ്കൂൾ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു. കുനിൽ സ്കൂളിന്റെ ബസ്സാണ് മറിഞ്ഞത്. ബസ്സിലുണ്ടായിരുന്നത് 2 കുട്ടികളും ഡ്രൈവറും മാത്രം. ഇവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഹരിയാനയിൽ ബസ് മറിഞ്ഞ് 40 പേർക്ക് പരിക്ക്. പഞ്ച്കുള ജില്ലയിലെ പിഞ്ചോറിന് സമീപമാണ് അപകടം. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ്. പരിക്കേറ്റവരെ പിഞ്ചോർ ആശുപത്രിയിലും സിവിൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ശുദ്ധജല വിതരണം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ജലജീവൻ മിഷൻ സ്വീകരിച്ചിട്ടുള്ളതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഈ പദ്ധതിയുമായി സഹകരിക്കുന്നവരാണ് നിയമസഭാ അംഗങ്ങൾ. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 19 ലക്ഷം കണക്ഷനുകൾ ജലജീവൻ മിഷനിലൂടെ നൽകാൻ കഴിഞ്ഞുവെന്നും മന്ത്രി. ജമ്മു കാശ്മീരിലെ കുൽഗാമിലും രജൌറിലും ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു. കുൽഗാമിലെ ചിന്നിഗാമിൽ ഭീകരർ വീടിന്റെ അകത്തു ബങ്കറുകൾ ഉണ്ടാക്കിയാണ് ഒളിവിൽ കഴിഞ്ഞത്. ചിന്നിഗാമിൽ കമാൻഡർ അടക്കം 4 ഹിസ്ബുൻ ഭീകരരെ സേന വധിച്ചു. വാഹനാപകടത്തിൽ പരുക്കേറ്റ അപരിചിതരെ സ്വന്തം വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുകയും പരിചരിക്കുകയും ചെയ്ത മീന ടീച്ചറെ അഭിനന്ദിച്ച് ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് കമ്മിറ്റി. ടീച്ചറുടെ പ്രവൃത്തി സമൂഹത്തിനാകെ മാതൃകയാണെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ ജോർജ് പറഞ്ഞു. പഞ്ചാബിൽ രാജ്യാന്തര അതിർത്തിയോട് ചേർന്ന് 2 ഇടങ്ങളിൽ നിന്നായി ഡ്രോണും ഹെറോയിനും BSF കണ്ടെത്തി. ടൗൺ അനിലാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ചൈനീസ് നിർമ്മിത ഡ്രോൺ കണ്ടെത്തിയത്. അമൃതസറിൽ നിന്നാണ് 250 ഗ്രാം ഹെറോയിൻ BSF പിടിച്ചെടുത്തത്. ഛത്തീസ്ഗഡിലെ സുഗ്മയിൽ മാവോയിസം ഉപേക്ഷിച്ചയാളെ മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 2010 മുതൽ മാവോയിസ്റ്റായിരുന്ന ബാർസെ മാസെ എന്ന ആളെയാണ് മാവോയിസ്റ്റുകൾ കൊന്നത്.
മണിപ്പൂരിലെ ഇംഫാൽ ഈസ്റ്റിൽ നിന്ന് കരസേനയും മണിപ്പൂർ പോലീസും സംയുക്തമായി ആയുധങ്ങൾ പിടിച്ചെടുത്തു. റോക്കറ്റ് ലോഞ്ചർ, തോക്കുകൾ, ഗ്രനേഡുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. ഓഫ് റോഡ് ചാമ്പ്യൻഷിപ്പ് കേരളത്തിലേക്ക് വന്നാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മലയോര ഗ്രാമമായ കോടഞ്ചേരി ടൂറിസം രംഗത്ത് പുതിയ കുതിപ്പുകൾ നടത്തുന്നുവെന്നും മന്ത്രി. ചിന്തകനും എഴുത്തുകാരനുമായ P. ഗോവിന്ദപിള്ളയുടെ പേരിൽ പേയാട് അമ്പങ്കോട് ആരംഭിച്ച ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ PGയുടെ ഫോട്ടോ അനാച്ഛാദനം IB സതീഷ് MLA നിർവഹിച്ചു. എഴുത്തുകാരി അനാമിക സജീവന്റെ കേതകി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കഥാകൃത്ത് KS രതീഷ് കൊല്ലത്ത് പ്രസ് ക്ലബിൽ വെച്ച് നിർവഹിച്ചു. കഥാകൃത്തുക്കളായ അനൂപ് അനൂർ, ആദർശ് വിപിൻ, ദീപ പാർവതി, പ്രീത ആർനാഥ്, കവയിത്രി സവിത വിനോദ് എന്നിവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പൊതിച്ചോർ വിതരണം ചെയ്യാനായി വാഹനം നൽകി DYFI ബേഡകം ബ്ലോക്ക് കമ്മിറ്റി. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്ര കമ്മിറ്റി അംഗം M. വിജിൻ MLA നിർവഹിച്ചു. കോഴിക്കോട് സാഹിത്യ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് പോർച്ചുഗലിലെ ബ്രാഗയിൽ നടന്ന UCCN ആനുവൽ കോൺഫറൻസിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ മേയർക്കും സംഘത്തിനും കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, നാദാപുരം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തോട്ടത്താങ്കണ്ടി പാലം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ TP രാമകൃഷ്ണൻ, EK വിജയൻ, KP കുഞ്ഞഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. IT ജീവനക്കാരുടെ ക്ഷേമ സംഘടനയായ പ്രതിധ്വനി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന് ടെക്നോ പാർക്കിൽ തുടക്കമായി. ടൂർണമെന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിനു ജോസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അധ്യാപക യോഗ്യതാ പരീക്ഷയായ CTET-ൽ ആൾമാറാട്ടം നടത്തിയതിന് ബീഹാറിൽ 12 പേർ അറസ്റ്റിൽ. ഉദ്യോഗാർത്ഥികൾക്ക് പകരമായി പരീക്ഷ എഴുതാനെത്തിയവരാണ് ദർഭംഗ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി അറസ്റ്റിലായത്. ശിവസേന ഷിൻഡെ വിഭാഗം നേതാവിന്റെ മകൻ മദ്യപിച്ച് അമിത വേഗത്തിൽ ഓടിച്ച BMW കാർ ഇടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംഭവം നടക്കുമ്പോൾ പ്രതി മിഹിർ ഷായും കൂട്ടുകാരും 18,000 രൂപയുടെ മദ്യം കഴിച്ചിരുന്നതായി വിവരം. പാകിസ്ഥാനിൽ നിന്നുള്ള ലഹരിക്കടത്തിൽ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള പിടികിട്ടാപ്പുള്ളി സയ്യിദ് സലീം അൻദ്രാബിയെ NIA അറസ്റ്റ് ചെയ്തു. പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തയ്യിബുമായി ബന്ധമുള്ള ഇയാൾ 2020 മുതൽ ഒളിവിലായിരുന്നു. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ 7% വളർച്ച തുടർന്നാലും മതിയായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രയാസപ്പെടുമെന്ന് US ബാങ്കായ സിറ്റി ഗ്രൂപ്പിന്റെ റിപ്പോർട്ട്. അടുത്ത ദശകത്തിൽ പ്രതിവർഷം 1.2 കോടി തൊഴിലവസരങ്ങൾ വീതം സൃഷ്ടിക്കേണ്ടി വരുമെന്നും വിദഗ്ധർ.
തമിഴ്നാട് BSP അധ്യക്ഷൻ അഡ്വക്കേറ്റ് ആംസ്ട്രോങ്ങിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 3 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തു. പ്രതികളുടെ എണ്ണം 11 ആയി. ഗാസ ആക്രമണം ആരംഭിച്ച് 9 മാസം പിന്നിടുമ്പോൾ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് വൻ പ്രതിഷേധം. ഞായറാഴ്ച രാജ്യത്തുടനീളം ഹൈവേകൾ പ്രതിഷേധക്കാർ തടഞ്ഞു. ബന്ദികളെ തിരിച്ചെത്തിക്കണമെന്നും സമരക്കാർ. ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് സ്വയം വെടിയുതിർച്ച് ജീവനെടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന 2 തോക്കുകൾ ലേലത്തിൽ പോയത് 15 കോടിയിലധികം രൂപയ്ക്ക്. ലേലത്തിലെടുത്തയാളുടെ വിവരം പരസ്യപ്പെടുത്തിയില്ല. പാകിസ്ഥാനിൽ 15 ദിവസം പ്രായമായ മകളെ ജീവനോടെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ പിതാവ് തയ്യബ് അറസ്റ്റിൽ. മകളെ ചികിത്സിക്കാൻ പണമില്ലാത്തതിനാലാണ് ഇയാൾ കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസ്. അറ്റകുറ്റപ്പണിക്കിടെ ഇറാന്റെ മിസൈൽ വാഹക ശേഷിയുള്ള യുദ്ധക്കപ്പൽ മുങ്ങി. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള തുറമുഖത്ത് അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് സഹദ് എന്ന യുദ്ധക്കപ്പൽ മുങ്ങിയത്. ഖത്തർ ടോയ് ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷൻ ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 14 വരെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. നിങ്ങളുടെ വേനൽ ഇവിടെ തുടങ്ങുന്നു ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കുവൈറ്റ് ഫർവാനിയിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ച് 2 പേർ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിലും പരിക്കേറ്റവരും ഇന്ത്യക്കാരില്ലെന്നാണ് വിവരം. ദക്ഷിണ കൊറിയയുടെ അതിർത്തി മേഖലകളിൽ നടത്തിയ സൈനികാഭ്യാസ പ്രകടനങ്ങൾക്കെതിരെ വിമർശനവുമായി കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോം ജോങ്. ദക്ഷിണ കൊറിയ നടത്തുന്നത് തീക്കളിയാണെന്നും സ്ഥിതിഗതികൾ വഷളാക്കുന്ന പ്രകോപനപരമായ സമീപമാണിതെന്നും കിം യോങ് ജോങ് പറഞ്ഞു. തനിമ സാംസ്കാരിക വേദി തനിമ ജുബൈൽ ഹാജിമാർക്കും ഹജ്ജ് വോളണ്ടിയർമാർക്കും സ്വീകരണം നൽകി. ചടങ്ങിൽ തനിമ ജുബൈൽ ആക്ടിംഗ് പ്രസിഡന്റ് ഡോക്ടർ ജൌഷിദ് അധ്യക്ഷത വഹിച്ചു. പാരീസ് ഒളിമ്പിക്സിനുള്ള UAE ടീമിനെ പ്രഖ്യാപിച്ച് ദേശീയ ഒളിമ്പിക് കമ്മിറ്റി. പുരുഷ വനിതാ താരങ്ങൾ ഉൾപ്പെടെ 14 അംഗ അത്ലറ്റിക് ടീമാണ് ഒളിമ്പിക്സിൽ UAE പ്രതിനിധീകരിച്ച് പങ്കെടുക്കുക. ദോഹയിൽ നാദാപുരം വാണിമേൽ സ്വദേശി അബ്ദുള്ള വാണിമേലിന്റെ ഞാൻ പിന്നിട്ട വഴികൾ എന്ന ആദ്യ പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. പ്രകാശനം ഓംറ ക്രാഫ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ റഷീദ് കൊടിയൂറ നിർവഹിച്ചു. അശൂറ ആചരണത്തിന്റെ ഭാഗമായി കർശന നടപടികളുമായി ആഭ്യന്തര മന്ത്രാലയം. കുവൈറ്റിന്റെ ദേശീയ പതാക ഒഴികെയുള്ള മറ്റു പതാകയോ ചിഹ്നങ്ങളോ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല. പള്ളികളുടെ പുറത്ത് ടെന്റുകളോ ബൂത്തുകളോ സ്ഥാപിക്കരുത് എന്നാണ് നിർദ്ദേശം. ഖത്തറിലെ ആദ്യകാല പ്രവാസിയും വ്യാപാര പ്രമുഖനുമായ ബേക്കൽ മുഹമ്മദ് സ്വാലിഹ് നിര്യാതനായി. കാസർഗോഡ് ബേക്കൽ സ്വദേശിയാണ്. സലാല കൈരളി ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ അവധിക്കാല പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ വിനോദ വിജ്ഞാനപ്രദമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്.
ശക്തി തിയേറ്റേഴ്സ് അബുദാബി നാദസിയ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നാദസിയോത്സവ് 2024 കേരള സോഷ്യൽ സെന്ററിൽ വെച്ച് നടന്നു. കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് AK ബീരാൻകുട്ടി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. രജനീകാന്തിനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് തെലുങ്ക് നടൻ മോഹൻ ബാബു. വിമാനത്തിനുള്ളിൽ അടുത്തടുത്ത സീറ്റുകളിൽ ഇരിക്കുന്ന ചിത്രമാണ് മോഹൻ ബാബു പങ്കുവച്ചത്. നാഗശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി 2898 AD 900 കോടിയിലേക്ക് തിയേറ്ററിലെത്തി 10 ദിവസം കൊണ്ട് 800 കോടിയിലധികമാണ് കൽക്കി സ്വന്തമാക്കിയത്. റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, ഷീലു എബ്രഹാം എന്നിവരെ പ്രധാന വേഷങ്ങളാക്കി ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ബാഡ് ബോയ്സിന്റെ ചിത്രീകരണം പൂർത്തിയായി. അബ മൂവീസിന്റെ ബാനറിൽ എബ്രഹാം മാത്യു ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ടൈറ്റാനിക്കിന്റെ നിർമ്മാതാവ് ജോൺ ലാൻഡൌ അന്തരിച്ചു. മരണവാർത്ത അറിഞ്ഞ് ഹോളിവുഡ് സിനിമാ മേഖലയിലെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. നവാഗതനായ രവീഷ് നാഥ് സംവിധാനം ചെയ്യുന്ന ചിത്രം സമാധാന പുസ്തകം ജൂലൈ 19 പ്രദർശനത്തിന്. യഹോൻ, നബീഷ്, ധനുഷ്, ഇർഫാൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. നിതിൻ രഞ്ജി പണിക്കർ നിർമ്മിക്കുന്ന വെബ് സീരീസ് നാഗേന്ദ്രൻസ് ഹണിമൂൺസിന്റെ ട്രെയിലർ പുറത്ത്. ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി SN സ്വാമി സംവിധാനം ചെയ്ത സീക്രട്ട് ചിത്രത്തിലെ ഗാനം പുറത്ത്. ജെക്സ് ബിജോയ് സംവിധാനം നിർവഹിച്ച ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് വർമ്മയാണ്. അമേരിക്കൻ നടനും ഗുസ്തി താരവുമായ ജോൺ സീന വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ് ഇവന്റുകളിൽ ഔദ്യോഗിക വിരമിക്കൽ പ്രഖ്യാപിച്ചു. കാനഡയിലെ ടൊറന്റോയിൽ നടന്ന പരിപാടിയിലാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായി എത്തുന്ന ചിത്രം ഇടിയൻ ചന്തുവിന്റെ ടീസർ പുറത്ത്. ഹാപ്പി പ്രൊഡക്ഷന്റെ ബാനറിൽ സുബൈർ, റിയാസ്, ഷഫീഖ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. പുതിയ ഡിസ്പ്ലേ ഫീച്ചറുമായി റിയൽമി 5G ഫോണിൽ ടച്ച് ചെയ്യാതെ പ്രവർത്തിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഉടൻ എത്തുമെന്ന് കമ്പനി റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിലെ മുൻനിര സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ലാവ ഇന്റർനാഷണൽ സ്മാർട്ട് ഫോൺ ബ്ലേഡ് കർവ് 5A അവതരിപ്പിച്ചു. ഈ സ്റ്റോർ ആമസോൺ എന്നിവയിൽ ലഭ്യമാണ്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.